ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൈസ്, നാളെ എൻ്റെ സ്കൂൾ തുറക്കുകയാണ്. സ്കൂൾ തുറക്കുന്നതിൻ്റെ തലേന്നത്തെ വിശേഷങ്ങളൊക്കെ ആയിരിക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഒരു കലാശക്കൊട്ട് ഗൈസ്. അപ്പം ഇന്ന് അവിടെ ആഘോഷിക്കുകയാണ് ഗൈസ്. ഞാൻ വെക്കേഷൻ കഴിഞ്ഞു ഗൈസ്, കഴിഞ്ഞു. വെക്കേഷൻ കഴിഞ്ഞു. ഗൈസ്, അപ്പം ഞാൻ എണീറ്റു. ഞാനിപ്പം ഇന്ന് നേരത്തെ എണീറ്റിട്ടു. സാധാരണ ഒരു 11 മണിയാകുമ്പോൾ എണീക്കും. അർജുമാമൻ വന്നിരിക്കുകയാണ് ഗൈസ്. മാസ് ആറ്റിറ്റ്യൂഡ്. അയ്യോ, അർജുമാമനല്ല, സിജാപാപ്പനാണ്. അപ്പം ഇപ്പോൾ സമയം 8:30 കേട്ടോ. 8:30 ഇപ്പോൾ 9:10. ഞാൻ 8:30 എണീറ്റു. ഇവിടെ ഒഴുത്തിയുണ്ട് ഗൈസ്, ഇവിടെ ഒഴുത്തിയുണ്ട്. കുളിച്ചില്ല. ഓ, ഞാൻ പിന്നെ കുളിച്ചിട്ടാണല്ലോ. കുളിച്ചൊരു ഫീലായി. ശരിയാ. അപ്പൊ ഇവർ അടുക്കള പണികളിലാണ് ഗൈസ്. ഞാൻ അടുക്കളയ്ക്ക് കയറാറേ ഇല്ല. ഞാൻ അടിച്ചു വാരലോ തുടയ്ക്കാലോ ഒന്നുമില്ല ഗൈസ്. ഇപ്പൊ ഐ ആം ഫ്രീ. അത് നോക്കൂ. നോക്കൂ, ചെരിഞ്ഞു കിടക്കുന്നു. എനിക്ക് ഇന്നലെ രാത്രി ഭയങ്കര കൊരയായിരുന്നു. ഇതാണ് ജിജോ തോമസ്. ഫ്രണ്ട്സ്, നിക്കി പൊട്ടിരുന്ന ഭാഗത്ത് ഒന്ന് ചെറുതായിട്ട് ഇൻഫെക്ഷനായി. അത് ഞങ്ങളിങ്ങനെ സ്പ്രേ അടിച്ചു, മരുന്നടിച്ചു കൊടുക്കുമ്പോൾ നിക്കി ചൊറിയും അവിടെ. അപ്പോൾ അവിടെ പിന്നെ നിക്കി ചൊറിഞ്ഞപ്പം ഒന്നും കൂടെ അവിടെ മുറിയായി ഗൈസ്. ഞാൻ കാണിച്ചുതരാം. ടു ഡാർക്ക്. ഓ, മരുന്നിന്റെ കളറാ. മുറി ചെറുതല്ലേ, അതാ മരുന്നാണ്. ഈ കാണുന്ന മരുന്നാണ് ഗൈസ്. ഉള്ളില് മരുന്നിന്റെ അവശിഷ്ടങ്ങളാണ്, അത് ചോരയല്ല കേട്ടോ. ആൾക്കാർ ശരിക്കും ചോര. മറ്റേ എന്താ അതിന്റെ പേര്, കളർ ഏതാ? ചോര കളർ. ഓ, ഒരു ആയുർവേദിക്. പക്ഷെ കണ്ട പേടിയാവും. ഇത് ഉണങ്ങിയിട്ടുണ്ട്. ഉണങ്ങി കഴിയുമ്പോ ഒരു ചൊറിച്ചില് വരുമല്ലോ മുറി. മുറി ഉണങ്ങുമ്പോ എനിക്ക് കൊണ്ടുപോയിട്ട് എന്താ വെച്ചാല് ഈ കമ്പിമലൊക്കെ ഇട്ട് ഇങ്ങനെ കുത്തും ചൊറിയാൻ വേണ്ടിട്ട്. അതിപ്പോ ചൊറിയാനാണ് വരുന്നത്. കണ്ടോ കണ്ടോ, എനിക്ക് ചൊറിയാൻ പറ്റില്ല. മരുന്ന് പഠിച്ചെടുത്തേക്ക. മരുന്ന് തേച്ചു കൊടുത്തു. അതാ എനിക്ക് ഈ സാധനം ഇട്ടേക്കണത് ചൊറിയാതെക്കാൻ വേണ്ടിട്ടാണ്. ഇപ്പൊ വീട്ടില് പറ്റുള്ള ആൾക്കാർക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വന്ന ഈ സാധനം വാങ്ങാം. ഇതിന്റെ ലിങ്ക് ഞങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ആർക്കെങ്കിലും കളിക്കാൻ ആവശ്യമുണ്ടെങ്കിൽ. ദിയമോള് സ്കൂളിൽ പോയി ഗൈസ്. ദിയമോള് ഇത്രയും ദിവസം സ്കൂളിൽ പോയപ്പോൾ ഞാൻ ഉറങ്ങിക്കൊണ്ടിരിക്കുന്നു. ഇനി എന്താ ട്വിസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാല്, ഞാൻ സ്കൂളിൽ പോകുമ്പോ ദിയമോൾ ഉറങ്ങിയിരിക്കും. ബ്രേക്ക്ഫാസ്റ്റ് അപ്പവും ഉള്ളിക്കറിയാണ്. സാധാരണ ദേവ് ഈ സമയമാകുമ്പോ എണീറ്റ് വരുന്നതല്ല കേട്ടോ. ഇന്ന് കുറച്ച് ദിവസം കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. കുറച്ച് ടൈം കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് എണീറ്റതാണ്. ഇനി ദേവ് 4 മണിക്ക് എണീക്കേണ്ടി വരും. ഇവിടുന്ന് എപ്പോഴാ പോണ്ടേ? 7 മണിക്കോ? 7:30 പോകണം. നാളെ ഇവരെല്ലാരും എന്നെ കൊണ്ടാക്കും. ഗൈസ്, ഞാൻ അങ്ങനെ ഫ്രഷായി. ഞാൻ നല്ല ഡ്രസ്സായിട്ട് ഇട്ടേക്കുന്നത്. ജേഴ്സി, ബാർസലോണന്റെ ജേഴ്സി. ഗൈസ്, ആ തൊപ്പി നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? അത് ഇതുവരെ ഊരിയിട്ടില്ല കേട്ടോ. ഇല്ല, തുടരും. നല്ല സ്പ്രേ ഇന്നലെ വാങ്ങിയ. ഓ, എല്ലാം പുതിയതിട്ടാ ഗൈസ് വന്നേക്കുന്നേ. എന്റെ വാച്ചിൽ ലൈറ്റ് കത്തും. അയ്യോ, കത്തില്ല. ഫ്രണ്ട്സ്, പാപ്പ പറഞ്ഞു പെട്ടെന്ന് റെഡിയായ പെട്ടെന്ന് കോഴിക്കോട് പോയി വരാമെന്ന്. ദിയമോള് സ്കൂളിൽ പോയി വരുന്നതിന് മുന്നേ. അപ്പം ഞാനതാ പെട്ടെന്ന് റെഡിയായേക്കാണ് ഗൈസ്. 10:45 എല്ലാവരും റെഡിയായി. പെട്ടെന്ന് റെഡി ആവാൻ പറഞ്ഞപ്പോ ഗൈസ്, ഞങ്ങൾ രണ്ടുപേരും മെസ്സിന്റെ ജേഴ്സി ഒക്കെ ഇട്ട് വന്നേക്കാം. ഞാൻ ബാഴ്സലോണ. പക്ഷെ ബാഴ്സലോണ സീനില്ല, രണ്ടും ഒരേ തന്നെ. എന്നാലും എന്തൊക്കെയോ അല്ലേ ഗൈസ്. ക്യാമറ കാണുമ്പോ ചിലപ്പോ ഭംഗി കുറവാട്ടോ. നേരിട്ടിങ്ങനെയല്ല. ക്യാമറയിൽ കുറച്ചേ കുറവുള്ളൂ, നേരിട്ട് ഭയങ്കര കുറവാ.
നിങ്ങളിത് കാണുക ഞങ്ങളുടെ നാട്ടിൽ. ഞങ്ങളാരും പോർച്ചുഗൽ ഫാൻസ് അല്ലെങ്കിൽ പോലും റൊണാൾഡോ നമ്മളെ ആളാണ്. അപ്പം പറഞ്ഞു വന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളൊരു വെഡിങ് കമ്പനി സ്റ്റാർട്ട് ചെയ്യാനുള്ള പരിപാടിയിലാണ്. ബോട്ട് ഈ ജൂൺ ജൂലൈ ഓണത്തിന് മുമ്പ് ഞങ്ങൾ ഇത് സ്റ്റാർട്ട് ചെയ്യും. ബാക്കി പരിപാടികളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഞാനും പണ്ട് വെഡിങ് ഫീൽഡിലായിരുന്നു കേട്ടോ. ഗൾഫിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഒരു 10 വർഷത്തോളം വെഡിങ് വർക്കൊക്കെ എടുത്ത് നടത്തുന്ന ആളായിരുന്നു ഞാൻ. പിന്നീടാണ് ഞാൻ കളം മാറ്റി ചവിട്ടിയത്. അപ്പോഴേക്കും സിജോ കയറി. പിന്നെ സിജോ ആയി. നമ്മൾ ഒരുമിച്ച് കുറച്ച് ടൈം വർക്ക് ചെയ്തിട്ടുണ്ട്, വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ പറയുന്നതാണ്. കേരളത്തിലുടനീളമുള്ള നിങ്ങളുടെ വീടുകളിലുള്ള വെഡിങ്ങുകൾ ഞങ്ങൾ തന്ന് സഹായിക്കണം ഞങ്ങൾ ഇപ്പോഴേ ആവശ്യപ്പെടുകയാണ്. നമ്മൾ അടിപൊളി നിങ്ങൾ പുറത്ത് വൻ റേറ്റ് ഒക്കെ കൊടുത്ത് ചെയ്യുന്ന പോലത്തെ റേറ്റ് സംഭവങ്ങൾ നമ്മൾ അഫോർഡബിൾ റേറ്റിൽ ചെയ്തു തരും. കത്തി വെക്കൂല ഞങ്ങൾ മാന്യമായിട്ടുള്ള റേറ്റിൽ ചെയ്തു തരുന്നതാണ്. നമ്മൾ എന്താ ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ പറയാം. നമുക്ക് ഓൾറെഡി ഇൻസ്റ്റാഗ്രാം പേജൊക്കെ ഉണ്ട്. പക്ഷെ അങ്ങനെ സ്വന്തം വർക്ക് ഒക്കെ ആയിട്ട് പോസ്റ്റ് ചെയ്യാന്ന് വിചാരിച്ചിരിക്കുകയാണ്. അപ്പോ ഞങ്ങളുടെ കമ്പനി അങ്ങനെയാണ്. അവിടെ അവര് രണ്ടുപേരും കൂടെ വേറൊരു പരിപാടി പ്ലാൻ ചെയ്യുന്നുണ്ട്. അത് അവര് തുടങ്ങുന്നതാണ്. അത് മിക്കവാറും ആൾക്കാര് ഗസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. ഇവര് 3 ആളെന്ന് പറയാം. ബ്രാൻഡ് അംബാസഡർ ദേവു. ഞങ്ങൾ 3 പേരും കൂടെ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പൊ അതിന് നിങ്ങളുടെ സപ്പോർട്ട് വേണം. അപ്പൊ ഇപ്പൊ ഞാൻ എന്റെ ഷോപ്പിലോട്ട് ഇതെടുക്കാൻ പോകുന്ന കൂട്ടത്തിൽ അവരും കൂടി വരുന്നത് തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിനാണ്. അതിന്റെ ഒരു മാർക്കറ്റ് സ്റ്റഡി വേണ്ടി വരികയാണ് അവര്. ശരിക്കും പ്രേക്ഷകർ ആഗ്രഹിച്ച ഒരു സംഭവമായിരിക്കും. അതെ, വരാറുണ്ട്. അതെ ദേവനോട് ഇഷ്ടമാതിരി കമന്റ്സ് ഒക്കെ വരാറുണ്ട്. അപ്പോൾ അവർക്ക് സന്തോഷമാവുന്ന സംഭവങ്ങളാണ്. പിന്നെ നമ്മുടെ മാത്രം പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മള് അമിതമായിട്ട് ഒന്നിനും പ്രൈസ് ഇടൂല. അഫോർഡബിൾ. നിലമ്പൂര് എന്ന് പറയുമ്പോ വീഡിയോ എല്ലാവരുടെ എല്ലാരും കനോലി പ്ലോട്ട് തേക്ക് മ്യൂസിയം അവര് ട്രിപ്പൊക്കെ വരുമ്പോ ചിലപ്പോ വിചാരിക്കും ഓ ഈ നിലമ്പൂരുകാർക്കൊക്കെ എന്ത് സുഖാണ് ഇതിനുള്ളിൽ എന്താ ശരി. ഇതിനുള്ളിൽ ഞാൻ കയറിയുണ്ട്. തൂക്കുപാലം അതൊക്കെ കേടുവെന്ന് തോന്നുന്നു അല്ലേ? കഴിഞ്ഞ പ്രളയത്തിൽ അതൊക്കെ ഫ്രണ്ട്സ് കോഴിക്കോട് എത്തി. ഗോകുലം മാളിന്റെ മുന്നിലെത്തി. ഇനി ഞങ്ങൾ നേരെ ലഞ്ച് കഴിക്കാണ് ഗൈസ്. വിശന്നിട്ട് രാമായണവും മഹാഭാരതവും വയറ്റൊന്ന് പാടുന്നുണ്ട്. മാക്സ് ഒക്കെ ഉണ്ടല്ലോ ഫ്രണ്ട്സ്. ഞങ്ങള് അംബിക കോഴിക്കോട് അംബികയിൽ വന്നേക്കാണ് ഫുഡ് കഴിക്കാൻ. പിന്നെ വിവരപ്പട്ടിക ഇവിടെ ഉണ്ട്. തിരക്കിയെന്ന് കഴിച്ച് ഇപ്പഴാ സീറ്റ് കിട്ടിയ. ഓടുണ്ട്, മത്തി ഉണ്ടായിട്ടുണ്ട്. ഫ്രണ്ട്സ് ഞങ്ങൾ അയല, ചെമ്മീൻ, വത്തല്, മത്തി ഇത്ര സാധനങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നമ്മളാദ്യമായിട്ടല്ലേ സ്പെഷ്യലി വാങ്ങുകയാണെങ്കിൽ അടിപൊളിയാണ്. ഗൈസ് ഞങ്ങൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞു. ഇനി നേരെ ജേഴ്സി എടുക്കാൻ പോവാം. എല്ലാവരും നമ്മൾ കോഴിക്കോട് എത്തിയ ഒരു ക്ഷീണമൊക്കെ മാറി. ഫുഡ് എല്ലാവർക്കും ഭയങ്കര വിശപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് ഇതായത് അമ്മാമച്ചാണ് ഗൈസ്. പുറത്ത് നമ്മൾ അംബികയിലാണ് പോയത്. ഫ്രണ്ട്സ് അപ്പം ഞങ്ങൾ പർച്ചേസിങ് സ്റ്റാർട്ടാക്കിയിട്ടുണ്ട്. അപ്പം ഞങ്ങൾ തിരിച്ച് വന്ന് ഇറങ്ങിയിട്ട് കാണാം. ദിയമോളിപ്പോ സ്കൂള് വിട്ട് വന്നിട്ടുണ്ട്. അവിടെ പിന്നെ അഭിമാമന്റെ വീട്ടിലുണ്ട് കേട്ടോ ദിയമോള്.
ഫ്രണ്ട്സ്, ബ്രസീൽ അർജന്റീന ഫാൻസിന്റെ സംഘടിത ആഘോഷം, അതെ, സംഘടിത ആഘോഷമായിരുന്നു ഇപ്പൊ കണ്ടത്. നാളെയാണ് നമ്മൾ കളി തുടങ്ങുന്നു. നാളെ ബ്രസീലിന്റെ അല്ല, നാളെ അല്ല, എന്നാ ബ്രസീലിന്റെ 14-ാം തീയതി. പാപ്പൻ ഗൈസ് ഞങ്ങൾ വീട്ടിലെത്താനായി. നാളത്തത് ആ കാര്യം ആലോചിച്ചിട്ട് എക്സൈറ്റഡും പേടിയും ഒക്കെയാണ് ഗൈസ്. ഒരു പേടിയുള്ള എക്സൈറ്റ്മെന്റ് ഇല്ലേ? അതന്നെ ഇതിലാണ് ഗൈസ് ഞാനിപ്പോ. പിന്നെ നാളെ ഏത് ഡ്രസ് ഇടണം എന്നൊക്കെ ആലോചിക്കാണ് ഞാൻ. മുന്നേ പപ്പ പറഞ്ഞു ദൈവം ഇന്നൊരു ഷവർമ്മ എന്നിട്ട് കിടന്നാ മതിയെന്ന്. അപ്പൊ എനിക്ക് വേണ്ട പറയാൻ പറ്റില്ല. അതൊക്കെ പറഞ്ഞോ, കേട്ടില്ലേ? നമ്മളാരും കേട്ടില്ലല്ലോ. നിങ്ങളെ കേൾക്കൂല. ഗൈസ് ഫൈനലി പപ്പയുടെ നിർബന്ധ പ്രകാരം ഷവർമ്മ വാങ്ങാൻ പോവാണ്. പറഞ്ഞു എപ്പോ വരെ പറഞ്ഞു വേണ്ട വേണ്ട ചെയ്യാ. ഫ്രണ്ട്സ്, ഞാന് ഷവർമ്മ ഓർഡർ ചെയ്തു. അപ്പൊ ഷവർമ്മ ഞാൻ 2 അവിടെ നിന്ന് ഇങ്ങനെ വരുന്ന ഞാൻ കണ്ടേന്ന്, പക്ഷെ ഇവിടെ എത്തിയിട്ടില്ല. ഫ്രണ്ട്സ്, ഇവന് നാളെ ക്ലാസ് തുടങ്ങണം. ഇന്ന് ദേവു +2, നെറ്റ്, MBBS 2, 1, 3, 5, 8 കൊല്ലം. ഒരു കാര്യം ചെയ്താൽ മതി, ഓരോ കൊല്ലത്തിന്റെ വെക്കേഷൻ ഓരോ മാസം വെച്ച് കൂട്ടിയാൽ മതി. 3 മാസം ഒന്നിച്ചെടുത്തു. ഇത് നമ്മളെ വെഡിങ് കമ്പനി കമ്മിങ് സൂൺ. ഞങ്ങളെ സെറ്റ് ആക്കണം. കമ്പനി തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങൾക്ക് വർക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിലും കമന്റ് ചെയ്താൽ മതി അല്ലേ? ഈ വീഡിയോന്റെ ഇടയിൽ കമന്റ് ചെയ്താൽ സിജോ നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും. സിജോന്റെ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ചെയ്താൽ മതി, സിജോ തോമസ്. അതിൽ തന്നെ ചെക്ക് ചെയ്ത വർക്ക്സും കാണാം. അതെ, കാണാം. ഫ്രണ്ട്സ്, അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി. ദിയമോളതാ പിക്ക് ചെയ്തു. എന്തൊരു നാടകം. ഇനിയിപ്പം എനിക്ക് ബാഗില് റഫ് വെക്കണം. റഫ് മാത്രമേ വെക്കാനുള്ളൂ. പിന്നെ പൗച്ച് വെക്കണം. എനിക്ക് പിന്നെ നോളെ അവൻ ഫ്രണ്ട്സ് ഒന്നുമില്ല. പുതിയ ഫ്രണ്ട്സ് ആയിട്ട് വേണമല്ലോ നോളത്തിന് കാട്ടാൻ. ഫ്രണ്ട്സ്, നിക്കിനെ ഇളം ചൂടുവെള്ളത്തില് നെറ്റി കഴുകിയിട്ട്, ഇതെന്താന്നറിയോ, നിക്ക് മുഖം നിലത്തിട്ട് ഒരച്ചതാണ് കേട്ടോ. ഇവിടെ ചെറിയൊരിതാ, ഈ ഭാഗത്തൊരു കുഞ്ഞു മുറി വന്നു. ഉണങ്ങിപ്പോ ഉണങ്ങി. ഇനി എവിടെയെങ്കിലും കൊണ്ടുപോയിട്ട് പിന്നെ ഉരക്കണേനും വരെ ഇനി അത് പറ്റ മാറണ വരെ ആ സാധനം ഇട്ട് കൊടുക്കാം. മരുന്ന് വെച്ച് കൊടുക്കണം. തോർത്താണ് ചുമന്ന നിക്കേ ഇപ്പൊ റോസി അടുക്കി മരുന്ന് എടുക്കുമ്പോ തന്നെ പുറകിൽ വന്ന് നിക്കണുണ്ടോ? ബെറ്റായിരുന്നു കേട്ടോ, അത് മരുന്നല്ല, നമ്മളവിടെ ആ ഭാഗം ക്ലീൻ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന സാധനം. നിറങ്ങൾ കാതുമോ